സിനിമ വേറെ ലെവൽ. വിഷു മമ്മൂക്ക തൂക്കി. നമുക്കത് ടർബോ മറ്റൊന്നല്ല, അതൊക്കെ വേറെ സ്റ്റൈലായാലും ഡിജയിലും മാസ് ലെവൽ. അടിപൊളി ദർശനം, അടിപൊളി, സൂപ്പർ. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. മമ്മൂക്ക വാസ് ദി ബെസ്റ്റ്. എനിക്കൊന്ന് കുറെ ഗെറ്റപ്പിലൊക്കെ വന്നിട്ട് എല്ലാം നല്ലായിരുന്നു. പിന്നെ സസ്പെൻസ് ഒന്നും പറയുന്നില്ല. ഹി വാസ് സൂപ്പർ. മമ്മൂക്ക എന്താ പറയുക, എല്ലാ രീതിയിലും, ലുക്സിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും എൻ്റെ ക്ലൈമാക്സിലൊക്കെ ഞെട്ടിച്ചു. അപ്പൊ അത്രയും നല്ല മൂവിയായിരുന്നു. ഐ തിങ്ക് കാസ്റ്റിംഗ് വാസ് ഗുഡ്. ഹക്കീം ആണെങ്കിലും ഗൗതം സാർ ആണെങ്കിലും ബാക്കി എല്ലാവരും, പിന്നെ അതുപോലെ തന്നെ ഡയറക്ടർ, റൈറ്റർ, എല്ലാവർക്കും ടീമിനെ കൺഗ്രാറ്റ്സ്. എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത്രയും ത്രില്ലിംഗ് ആയിട്ടൊരു സിനിമ എനിക്കൊന്ന് റീസെന്റ് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. ബിക്കോസ് വലിയ ഫ്ലോസ് ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഒന്നും പറയുന്നില്ല, അടിപൊളി എൻഗേജിങ് ആയിരുന്നു. മമ്മൂക്ക പിന്നെ ഗൗതം മേനോനെ കാണാനായിട്ട് വെരി അമേസിങ്. നല്ലൊരു പടമായിരുന്നു. അടിപൊളി സിനിമയാണ്. നമുക്ക് വേറെ ലെവലാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. അടിപൊളിയാണ്. ഞാൻ ഇതുവരെയും ഈ ഒരു സിനിമ ഫസ്റ്റ് ഡേ കണ്ടിട്ട് ആൾക്കാർ ഇത്രയും ചിരിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണാം. പക്ഷെ അടിപൊളി സാധനം, അടിപൊളി ദർശനം, അടിപൊളി. പബ്ജി ഒക്കെ പോലുള്ള ഒരു ഗെയിമുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ പോലൊരു ഇതിലാണ് കഥ മേക്ക് ചെയ്തേക്കുന്നത്. സോ ഒരു തിയേറ്റർ വാസിബിളായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള നമുക്കറിയ തിയേറ്ററിൽ പടത്തിലൊരു ക്യാമിയ റോളുണ്ട്. ആറാട്ടൻ്റെ ക്യാമിയ റോളായിട്ട് വരുന്നുണ്ട്. സോ തിയേറ്റർ വാസിബിൾ മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തേക്കുന്നത്. മമ്മൂക്കയുടെ ഒരു സ്റ്റൈലിഷ് ബേസ്ഡ് ഫീൽ കണ്ടിരിക്കുക എന്നുള്ള ഒരു രീതിയിൽ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നഷ്ടമില്ലാതെ ഇറങ്ങിപ്പോകും. സിനിമ വേറെ ലെവൽ. അത് ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ മൊത്തം സിനിമയുടെ ഇതൊക്കെ പോകും. അപ്പൊ അധികം ഞാൻ പറയണില്ല, നിങ്ങൾ തന്നെ പോയിട്ട് കാണണം. ഫാൻസ് പരിപാടിയാണ്. ഭയങ്കര നല്ല മേക്കിംഗ്. അതെന്താ വെച്ചാൽ അതില് ആ സംവിധായകൻ ആ ഒരു സിനിമയില് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഞാൻ കൂടുതൽ പറഞ്ഞാൽ കയ്യിൽ പോകും. അപ്പൊ അത് എന്തായാലും നിങ്ങൾ പോയിട്ട് തിയേറ്ററിൽ കാണണം ഈ പടം. അപ്പൊ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്റെ ഈ റിയാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നും. കാണാത്ത ഒരു പുതിയ സ്റ്റൈലിസ്റ്റാണ്. മമ്മൂക്ക തൂക്കി. വിഷു മമ്മൂക്ക തൂക്കി. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു ഫുൾ ജേണിയും കാര്യങ്ങളും. അത് ശരിക്കും ആ പടത്തിൽ കാണുന്നുണ്ട്. ആ എഡിറ്റിംഗ് ആണെങ്കിലും സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും BGM ആണെങ്കിലും എല്ലാ പടം ശരിക്കും ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കനെ ശരിക്കും ഈ പടത്തിലെ ഒരു സ്റ്റൈലിഷ് ഐക്കൺ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ സിനിമയിൽ. പടം കണ്ടതെന്ന് വെച്ചാൽ ഒരു നല്ലൊരു പടമായിരുന്നു. കാരണം മമ്മൂക്കാന്റെ എന്താ പറയാ, നല്ലൊരു അഭിനയം എന്ന് പറയുകയാണെങ്കിൽ സൂപ്പർ ആയിരുന്നു. കാരണം ആക്ഷനും ഫൈറ്റ് എല്ലാം കൊണ്ടും. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് മമ്മൂക്കയുടെ അവസാനത്തെ ലുക്ക്. കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ലുക്കില് മമ്മൂക്ക ഇറങ്ങി വന്നത്. സൂപ്പറാണ്. അടിപൊളി. അടിപൊളി. മമ്മൂക്ക പൊളിച്ച്.